സദൃശവാക്യങ്ങൾ 11 അധ്യായം 28 വാക്യത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ രാജാവ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, നീതിമാന്മാരോ പച്ചയില പോലെ തഴയ്ക്കും. വളരെയധികം അർത്ഥവത്തായ ഒരു വാക്യമാണിത്. മിക്ക മനുഷ്യരും വിചാരിക്കുന്നത് സമ്പത്താണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നാണ്. സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കുവാനായിട്ട് മനുഷ്യൻ പരിശ്രമിക്കുന്നു, വളരെയധികം പരിശ്രമിക്കുകയാണ്, പകലന്തിയോളം പരിശ്രമിക്കുകയാണ്. എങ്ങനെയും സമ്പത്ത് വർദ്ധിപ്പിക്കണം, അതാണ് മനുഷ്യരുടെയൊക്കെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അന്നന്നത്തേക്കുള്ളത് മതി എന്ന് വിചാരിക്കുന്ന ആളുകളുടെ എണ്ണം തുലോം കുറവാണ്. കേരളത്തിലെ ആളുകളുടെ രീതി ഒന്ന് എടുത്തു നോക്കിയാൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നത് സമ്പാദ്യങ്ങളെപ്പറ്റിയുള്ളതായ അദമ്യമായ ആഗ്രഹം ഇവിടെയുള്ള ആളുകൾക്ക് വളരെ കൂടുതലാണ്. കേരളത്തിലുള്ളതായ ആളുകൾ ധാരാളം പണം സമ്പാദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെക്കാൾ ഉപരിയായി പണം സമ്പാദിച്ച് അത് സ്വരൂപിച്ചു വെച്ച് ഒരുപക്ഷെ അടുത്ത തലമുറയ്ക്കോ അതിൻ്റെ അടുത്ത തലമുറകൾക്കോ സുഭിക്ഷമായിട്ട് കഴിയാവുന്ന തരത്തിലുള്ള വലിയ സമ്പത്ത് ശേഖരിക്കുവാനായിട്ട് താല്പര്യമുള്ളവരാണ് കേരളത്തിലെ ആളുകൾ. സമ്പാദ്യശീലം നല്ലത് തന്നെയാണ്. എന്നാൽ ആ സമ്പത്ത് വർദ്ധിപ്പിച്ച് വലിയ വലിയ സമ്പാദ്യങ്ങളാക്കി അത് തലമുറകൾക്ക് വേണ്ടി, അനേക തലമുറകൾക്ക് വേണ്ടി സ്വരൂപിച്ചു വയ്ക്കുന്നതിലാണ് വാസ്തവത്തിൽ തകരാറ് എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നൊരു കാര്യമാണ്. കേരളത്തിൽ നിന്ന് ദീർഘവർഷങ്ങൾക്ക് മുൻപ് തന്നെ ആളുകൾ വിദേശങ്ങളിലേക്ക് പോവുകയും അങ്ങനെ നമ്മുടെ കൊച്ചു കേരളത്തിന് വിദേശ നാണയം ധാരാളം നേടിത്തരികയും ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ വരുത്തിയിരിക്കുന്നതായ വ്യതിയാനം കുറച്ചൊന്നുമല്ല, വളരെ വലുതാണ്. അതേപോലെ തന്നെ കേരളത്തിൽ തന്നെ നല്ല നല്ല ഉദ്യോഗങ്ങളിലിരുന്ന ധാരാളം ആളുകൾ ധാരാളം സമ്പാദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ന്യായമായിട്ട് സമ്പാദിച്ചു വച്ചിരിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളല്ല. സമ്പാദിച്ച് സമ്പത്ത് മാത്രം ലക്ഷ്യമായിരിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരുടെ ലക്ഷ്യം സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അവരുടെ ഡെപ്പോസിറ്റ്, അതാണ് അവരുടെ ലക്ഷ്യം. ആ ബാങ്ക് ഡെപ്പോസിറ്റ് എത്രമാത്രം വർദ്ധിപ്പിക്കാമോ അത്രയും വർദ്ധിപ്പിക്കുക, അങ്ങനെ തലമുറകൾക്ക് വേണ്ടി സ്വരൂപിച്ചു വയ്ക്കുക. അങ്ങനെ ധാരാളം സമ്പാദിച്ചു കൂട്ടിയിട്ട് മറ്റുള്ളവർക്കൊന്നും യാതൊരു പ്രയോജനവുമില്ലാതെ അവരവരുടെ സ്വത്ത്, സമ്പത്ത് ഇതെല്ലാം വർദ്ധിപ്പിച്ച് അവരവരുടെ തലമുറകൾക്ക് വേണ്ടി ഒരുപാട് സ്വരൂപിച്ചു വച്ചിരിക്കുന്ന ധാരാളം ആളുകൾ. അവരുടെ ലക്ഷ്യം സമ്പത്ത് മാത്രമാണ്. അങ്ങനെ സമ്പത്തിലാണ് അവരുടെ ജീവിതം തന്നെ, അവരുടെ ജീവിത ലക്ഷ്യം തന്നെ അതാണ്. അങ്ങനെയുള്ള ധാരാളം ആളുകളെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാൻ സാധിക്കും. അവരെ സംബന്ധിച്ചാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ രാജാവ് പറയുന്നത്, തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും. സമ്പത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ധാരാളം ആളുകളെ നാം കാണുമ്പോൾ ദൈവവചനം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്നതായ ഒരു കാര്യം 39 സങ്കീർത്തനം 6 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം, അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്നറിയുന്നില്ല. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് രാജാവ് പറയുന്നത്, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, അവർ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്നറിയുന്നില്ല. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞങ്ങളുടെ ഗ്രാമപ്രദേശത്തിൽ തന്നെ ധാരാളം ആളുകളുടെ ചരിത്രം മനസ്സിലേക്ക് ഓടി വരികയാണ്. വലിയ വലിയ സമ്പത്തിൻ്റെ ഉടമകളായിരുന്ന ഒരുപാട് പേരുടെ ചിത്രം മനസ്സിൽ തെളിയുന്നുണ്ട്. ഒരു 35 വർഷം മുൻപ് വളരെ വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്ന ഒരു മനുഷ്യൻ, ഒത്തിരി പണം അദ്ദേഹം സമ്പാദിച്ചു. അങ്ങനെ ധനം സമ്പാദിച്ച് തൻ്റെ തലമുറകൾക്ക് വേണ്ടി ഏറിയ ആണ്ടേക്ക് മതിയായ വസ്തുവക സമ്പാദിച്ചു വെച്ചിരുന്നതായ ഒരു മനുഷ്യൻ. ഒരു ദിവസം രാവിലെ അദ്ദേഹം പെട്ടെന്ന് മരണമടഞ്ഞു. ധാരാളം സ്വത്തുണ്ടായിരുന്ന ആ മനുഷ്യൻ്റെ മകൻ പിന്നീട് ആ സമ്പത്ത് ഉപയോഗിച്ച് ലാവിഷായിട്ട് ജീവിക്കാൻ തുടങ്ങി. താൻ കുടുംബസ്ഥനായിരുന്നുവെങ്കിലും
വഴിവിട്ട ജീവിതം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ തൻ്റെ സമ്പത്തെല്ലാം നഷ്ടമായി പോയി. തികഞ്ഞ മദ്യപാനിയായി തീർന്നു. കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒരു ദിവസം ആ മകനും മരിച്ചു. പ്രിയമുള്ളവരെ, ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നതായ ചിന്ത ഇങ്ങനെയുള്ളതായ ആളുകളുടെ ജീവിത ചരിത്രങ്ങളാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേരുടെ ചരിത്രം ഈ നിലയിൽ മനസ്സിലേക്ക് ഓടി വരികയാണ്. സമ്പത്തിൽ ആശ്രയിച്ചിരുന്നതായ, അതിൽ മാത്രം ശ്രദ്ധ വെച്ചിരുന്നതായ ധാരാളം ആളുകൾ സമ്പാദ്യങ്ങൾ കൂട്ടുന്നതിന് വേണ്ടി സമ്പത്താണ് അവരുടെ എല്ലാം എന്ന് വിചാരിച്ചിരുന്നതായ ധാരാളം ആളുകൾ. പക്ഷേ അവരുടെ എല്ലാം കുടുംബങ്ങൾ കാലക്രമേണ തകർന്നടിഞ്ഞു പോയി. വലിയ വലിയ ധനത്തിൻ്റെ ഉടമകളായിരുന്ന ആളുകളുടെ എല്ലാം ചരിത്രം പരിശോധിച്ചാൽ സമ്പത്തിൽ മാത്രം ആശ്രയിച്ചിരുന്നവരുടെ കുടുംബങ്ങൾ കാലക്രമത്തിൽ തകർന്നടിഞ്ഞു പോയി എന്ന് കാണുവാൻ സാധിക്കും. അവരുടെ തലമുറകൾ പോലും തകർന്നടിഞ്ഞു പോയി. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുകയാണ്, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും. പ്രിയമുള്ളവരെ, സമ്പത്തിൽ മാത്രം ആശ്രയിച്ച് നാം ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ മുൻപോട്ടുള്ളതായ ജീവിതം തകർച്ചയിലേക്കാണ് എന്ന് ദൈവവചനവും ചരിത്രവും ഒരുപോലെ നമ്മെ പഠിപ്പിക്കുകയാണ്. പണം വല്ലാതെ വർദ്ധിച്ചു വരുമ്പോൾ ജീവിത രീതികൾ മാറുന്നു, കൂട്ടുകാർ മാറുന്നു, സംവിധാനങ്ങളെല്ലാം ആകപ്പാടെ മാറി മറിയുന്നു. ഓരോ നാട്ടിലെ കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായ സംഘടനകളും സാമൂഹ്യമായ കൂട്ടായ്മകളും ഒക്കെയാണ് എന്നുള്ളതത്രേ. ചില വർഷങ്ങൾക്ക് മുൻപ് നാട്ടിലെ ഒരു സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിലേക്ക് എനിക്കൊരു ക്ഷണം ലഭിച്ചു. ഞാൻ ആ മീറ്റിങ്ങിന് സംബന്ധിച്ചു. നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്, ഒരുപാട് ക്ഷണിക്കപ്പെട്ട അതിഥികളുണ്ട്. ആ മീറ്റിങ്ങിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക സമ്മേളനമാണ്. അതുകൊണ്ട് സാംസ്കാരിക നായകന്മാരായിട്ടുള്ള ധാരാളം ആളുകളുടെ പ്രസംഗങ്ങൾ, നല്ല നല്ല പ്രസംഗങ്ങളും ഒക്കെ ആയിരുന്നു. ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു സൈഡ് റൂമിൽ ധാരാളം ലിക്വർ ബോട്ടിൽസും അതുപോലെ തന്നെ സോഡാ കുപ്പികളും ഒക്കെ നിറച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ സംഘാടകരിൽ ഒരാളായിട്ടുള്ള എൻ്റെ സഹപാഠിയായ ഒരാളിനെ സമീപിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇനി എന്താ ഇവിടെ പരിപാടി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഞങ്ങളുടെ ബിസിനസ് മീറ്റിംഗ് ആണ്, സാറ് പോയിക്കോ, ഇനി ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായ സെഷനുകളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഈ കാര്യം മനസ്സിലായി. ഞാൻ അവിടെ നിന്ന് പോരുകയും ചെയ്തു. പിന്നീട് ഇവർ നടത്തുന്നതായ സാംസ്കാരിക സമ്മേളനങ്ങളിൽ ഒന്നും തന്നെ ഞാൻ സംബന്ധിച്ചിട്ടില്ല. ഞാനിത് പറയുമ്പോൾ ഇവരുടെ പഴയ കാലത്തെ സ്ഥിതിഗതികളെല്ലാം എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. വെറും സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരുന്നു. അവരുടെ പിതാക്കന്മാരൊക്കെ വളരെ ബുദ്ധിമുട്ടിലൂടെ കഴിഞ്ഞുകൂടിയിരുന്ന ആളുകളാണ്. പക്ഷേ മക്കളുടെ കാലം വന്നപ്പോൾ അവരൊക്കെ വിദേശങ്ങളിലൊക്കെ പോവുകയും ധാരാളം പണം സമ്പാദിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ മനോഭാവത്തിന് തന്നെ വ്യത്യാസമുണ്ടായി. സമ്പത്താണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചു, അതിൽ മാത്രം ശ്രദ്ധ വെച്ചവർ ജീവിക്കുന്നു. അങ്ങനെ ജീവിത രീതികൾ തന്നെ മാറിപ്പോയി. പ്രിയമുള്ളവരെ, ദൈവവചനം പറയുന്നു, അങ്ങനെയുള്ള ആളുകൾ അവർ ജീവിതത്തിൻ്റെ വഴിയിൽ വീണുപോകും. അവർ സമ്പാദിക്കുന്നത് ആർ അനുഭവിക്കും എന്ന് ആരും അറിയുന്നില്ല. എന്നാൽ ശലോമോൻ രാജാവ് പറയുകയാണ്, നീതിമാന്മാരോ പച്ചയില പോലെ തഴയ്ക്കും. നീതിമാന്മാർ എന്ന് പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയെയാണ് നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ളതായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വിശുദ്ധ തിരുവെഴുത്ത് എന്താണ് പറയുന്നത് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ച് ഈ ധ്യാനചിന്തകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങൾ കൂടെ ഇതോട് ചേർത്ത് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നതായ ഒരു വ്യക്തി, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ സേവിച്ച് കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്നവനായ ഒരു വ്യക്തി, അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും ഒക്കെ ദൈവം അവന് കൊടുക്കും. അവൻ്റെ കുടുംബത്തെ ദൈവം ഒരു പച്ചവൃക്ഷം പോലെ തഴച്ചു വരുന്ന അനുഗ്രഹീതമായ ഒരു അനുഭവത്തിലൂടെ നയിക്കും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ ആകുവാൻ ഇടയാകട്ടെ.
സമ്പത്തിൽ മാത്രം ആശ്രയിച്ച് നശിച്ചു പോകുവാനായിട്ടല്ല, വീണു പോകുവാനായിട്ടല്ല, പ്രത്യുത ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുഗ്രഹീതമായ ഒരു പച്ചവൃക്ഷം പോലെ തഴച്ചു വരുന്ന അനുഗ്രഹീതരായ തലമുറകളുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിട്ട് നിലനിൽക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ എത്രയോ കുടുംബങ്ങൾ സമ്പത്തിൽ മാത്രം ആശ്രയിച്ച്, സമ്പത്തിൽ മാത്രം ശ്രദ്ധ വെച്ച് ജീവിച്ചവർ, കർത്താവെ, ഒരു കാലത്ത് വളരെ ബുദ്ധിമുട്ടിലൂടെ കഴിഞ്ഞുകൂടിയിരുന്ന അനേക കുടുംബങ്ങൾ പിൽക്കാലത്ത് ധാരാളം സ്വത്തും സമ്പത്തും വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ വചനത്തിൽ നിന്ന്, അവിടുത്തെ വഴിയിൽ നിന്നെല്ലാം മാറിപ്പോയിട്ട് തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയത് ഞങ്ങൾ കണ്ടു. കർത്താവെ, അനേക കുടുംബങ്ങൾ തകർന്നടിഞ്ഞു പോയത് ഞങ്ങളുടെ കൺമുൻപിൽ ഞങ്ങൾ കാണുകയായിരുന്നു. എന്നാൽ കർത്താവെ, അനുഗ്രഹീതമായ കുടുംബങ്ങളെപ്പോലെ തഴച്ചു വളരുവാൻ, പച്ചവൃക്ഷം പോലെ തഴച്ചു വളരുന്ന അനുഭവം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ തകർച്ചയിലേക്ക് പോവുകയല്ല കർത്താവെ, അവിടുത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർച്ചയിലേക്ക് വരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അഭിവൃദ്ധിയിലേക്ക് വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുഗ്രഹത്തിലേക്ക് വരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളും കർത്താവെ, അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.